ഇവിടെ പച്ചമാങ്ങ വാങ്ങിയാലില്ല തീരുന്നതറിയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. കാരണം മക്കൾക്കും എനിക്കാണെങ്കിലും പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഴുത്ത മാങ്ങനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം പച്ചമാങ്ങയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ഈ ഉപ്പും മുളകൊക്കെ പുരട്ടി ഇങ്ങനെ തിന്നുന്നതല്ലേ, അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ 3 പച്ചമാങ്ങ ഇതിങ്ങനെ പൊടിയായി കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്ത് ഞാൻ മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസാക്കി നമ്മൾ എടുക്കുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിലെ ഇങ്ങനെ ഇതുപോലെ ഈ കട്ടിയുള്ള ഈ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ എന്താ പറയില്ല, നമ്മളതിൻ്റെ ചണ്ടി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് ഇതുപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം മാത്രം മതി നമുക്ക്. അങ്ങനെ അതിപ്പോൾ അത് ഇത്രയും അളവിൽ അതിൻ്റെ ആ ഒരു നീര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിൽ വെച്ച് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അതിനായി ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയല്ലേ, അപ്പോൾ കുറച്ച് മധുരവും എരിവും പുളിയൊക്കെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി കുറച്ച് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഈ മധുരവും എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നല്ലോണം ഒന്ന് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു തിക്നെസ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവർ ഇതുപോലെ കലക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ മാങ്ങൻ്റെ ഈ ഒരു അങ്ങനെ ഇപ്പോൾ പച്ചമാങ്ങൻ്റെ ഈ ഒരു സിറപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചാറ്റ് മസാല പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവറും ഒരു വെറൈറ്റി ടേസ്റ്റൊക്കെ കിട്ടും. ഇനി നമുക്കിതാ ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് കൈവിടാതെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. കാരണം ഇത് പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കത് ഇങ്ങനെ കുറുകി വരുന്നത് കാണാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം വേറെ കളറിന് വേണ്ടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം നല്ലൊരു ഗ്രീൻ കളറൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഇപ്പം നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലൊരു ഇതുപോലത്തെ ഒരു ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. കാരണം ഇത് നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊരു പുഡിങ് പോലെ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ഇതൊരു ജെല്ലി ടൈപ്പിലുള്ള ഒരു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ജെല്ലി മിഠായി ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ ഒരു 2-3 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത് കറക്റ്റ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി പച്ചമാങ്ങയൊക്കെ വാങ്ങിയാൽ ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും തോന്നും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമുക്കിത് നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പം നമുക്ക് മധുരമിട്ടത് കുറച്ച് എനിക്ക് കുറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്താ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ ഷുഗർ കോട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജെല്ലി മിഠായിൻ്റെ അതേ ആ ഒരു ടേസ്റ്റും കാണാനൊക്കെ ആ ഒരു ഭംഗിയിലാണ് ഇതുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.